നമസ്കാരം പ്രിയരെ, കഥപുരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ അഴിയാക്കുരുക്ക്. അവതരണം സുജാത പോഴത്ത്. കഥ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഇന്ത്യയിൽ 100-ലധികം ശാഖകളുള്ള പ്രമുഖ ബാങ്കായ സിറ്റി ബാങ്കിൻ്റെ തൃശൂർ ടൗണിലുള്ള ശാഖയിലന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. വർഷം 2021 മാർച്ച് മാസം. അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. ക്യാഷ് കൗണ്ടറിൽ പതിവ് പോലെ നീണ്ട ക്യൂ. സാമ്പത്തിക വർഷം അവസാനിക്കാറായതിൻ്റെ പിരിമുറുക്കം ഓരോ ബാങ്ക് സ്റ്റാഫിൻ്റെ മുഖത്തുമുണ്ടായിരുന്നു. നല്ല ചുറുചുറുക്കും കൃത്യനിഷ്ഠയുമുള്ള ബാങ്ക് മാനേജർ ഇന്ദുബാല തൻ്റെ ക്യാബിനിലിരുന്ന് ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് മുടക്കിയവരുടെ ഫയലുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. പലതവണ അറിയിപ്പ് കൊടുത്തിട്ടും കത്തിടപാടുകൾ നടത്തിയിട്ടും ലോൺ അടയ്ക്കാനോ പുതുക്കാനോ തയ്യാറല്ലാത്തവരുടെ ഫയലുകളായിരുന്നു അത്. ഇത്തരം ഫയലുകൾ ഉൾപ്പെടുത്തി ഒരു അദാലത്ത് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ബാങ്ക്. ഉച്ചയോടടുത്ത ആ നേരത്താണ് ബാങ്ക് ജീവനക്കാർക്കെല്ലാം സുപരിചിതനായ രാഘവൻ മാഷ് മാനേജരെ അന്വേഷിച്ച് ക്യാബിനിലെത്തിയത്. മാഷെ കണ്ട് അവർ കറങ്ങുന്ന കസേരയിൽ നിന്ന് പെട്ടെന്ന് എണീറ്റു. ഇന്ദുബാലയുടെ പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകനും നാട്ടുകാരൻ കൂടിയായിരുന്നു മാഷ്. അവൾ കൈക്കുൾ കൂപ്പി ചോദിച്ചു, മാഷേ സുഖല്ലേ? എന്താ വിശേഷിച്ച്? എൻ്റെ എന്തെങ്കിലും സഹായം വേണോ? എന്നിട്ടവർ ബഹുമാനപൂർവ്വം തൻ്റെ മുന്നിൽ കിടന്ന കസേര ചൂണ്ടിക്കാണിച്ച് മാഷോട് ഇരിക്കാൻ പറഞ്ഞു. പുറത്ത് തിളയ്ക്കുന്ന ചൂട് അത് മാഷയുടെ മുഖത്തും പ്രതിഫലിച്ചു. വളരെ സത്യസന്ധരും സൗമ്യമായി വർത്തമാനം പറയുകയും ചെയ്യുന്ന രാഘവൻ മാഷ് കുട്ടികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. മാഷ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, ബാലേ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോളുടെ കല്യാണത്തിന് ഞാൻ 2 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഭാര്യയുടെ ഒരു മാലയും 2 വളയുമാണ് ഞാൻ അതിന് പണയം വെച്ചിരുന്നത്. അത് തിരിച്ചെടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇതുവരെ. എന്നാൽ ഇന്നലെ ഇവിടുന്ന് എനിക്കൊരു നോട്ടീസ് കിട്ടി. മാഷ് ബാഗിൻ്റെ സിബ് തുറന്ന് നോട്ടീസ് മുന്നിൽ ടേബിളിൽ വെച്ചു. അവൾ അത് കയ്യിലെടുത്ത് ഉറക്കെ വായിച്ചു. 15 ദിവസത്തിനുള്ളിൽ പണയം എടുക്കുകയോ പുതുക്കുകയോ ചെയ്യാത്ത പക്ഷം ലേലത്തിൽ വിൽക്കുന്നതാണ് നിങ്ങളുടെ സ്വർണം. അടിയിൽ തൻ്റെ ഒപ്പുമുണ്ട്. അവൾ വല്ലാതെ പരിഭ്രമിച്ചു. അവൾക്ക് മാനേജർ നിയമനം കിട്ടിയിട്ട് അധികമായിട്ടില്ല. മാഷേ, ഞാൻ രേഖകളൊന്ന് നോക്കട്ടെ. 2 ദിവസത്തിനുള്ളിൽ വിവരം അറിയിക്കാം. നോട്ടീസ് അയച്ച് ബുദ്ധിമുട്ടിച്ചതിൽ അവൾ ക്ഷമയും പറഞ്ഞു. മാഷ് സമാധാനത്തോടെ ക്യാബിൻ വിട്ടു. പ്യൂൺ രമേശിനെ കൊണ്ട് അവൾ കിരണിനെ വിളിപ്പിച്ചു. എന്താ കിരൺ, ശ്രദ്ധിക്കണ്ടേ? കമ്പ്യൂട്ടറിൽ നോക്കി മാഷിൻ്റെ ലോൺ തുക 2 ലക്ഷമാണോ 15 ലക്ഷമാണോ എന്ന് വെരിഫൈ ചെയ്യൂ. തനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. കിരൺ വ്യാകുലതയോടെ ചിന്തിച്ചു. താൻ പ്രൊബേഷൻ പീരീഡിലാണെന്നറിയാം. അതിനാൽ ഓരോ കാര്യവും എത്ര കൃത്യതയോടെയും ശ്രദ്ധയോടെയുമാണ് ചെയ്തത്. എന്നാൽ ആ ബാങ്കിൻ്റെ ചരിത്രത്തിൽ അതുവരെ നടന്നിട്ടില്ലാത്ത വലിയൊരു കുറ്റകൃത്യത്തിന് തങ്ങൾ സാക്ഷികളാകുമെന്ന് കിരണിനോ മാനേജർക്കോ മാഷിനോ അപ്പോൾ അറിയില്ലായിരുന്നു. കിരൺ കമ്പ്യൂട്ടറിൽ രാഘവൻ മാഷിൻ്റെ SB അക്കൗണ്ട് തുറന്നു. അതിൽ 15 ലക്ഷം രൂപ 2 തീയതികളിലായി എടുത്തത് കണ്ടു. ആദ്യം 2 ലക്ഷവും 1 മാസം കഴിഞ്ഞ് 13 ലക്ഷവും. അവൻ ഈ വിവരം സീനിയർ അക്കൗണ്ടൻ്റ് മാധവനോട് ആശങ്കയോടെ പങ്കുവച്ചു. നോക്കൂ, സുശീലയോട് ചോദിച്ച് 2020 രജിസ്റ്റർ എടുക്കൂ, മാധവ് പറഞ്ഞു. അവൾ രജിസ്റ്ററുമായി എത്തി. ശേഷം കിരണും സുശീലയും ചേർന്ന് രജിസ്റ്റർ തുറന്ന് ലോൺ നമ്പറുകൾ കണ്ടുപിടിച്ചു. ശേഷം ബ്യൂറോവിൽ സൂക്ഷിച്ച ആ നമ്പറിലുള്ള മാഷിൻ്റെ 2 ഫയലുകളും പുറത്തെടുത്തു. അതിലും 2 ലക്ഷത്തിനും 13 ലക്ഷത്തിനും രൂപയ്ക്കാണ് പണയം വെച്ചതെന്ന് കണ്ടെത്തി. 2 ഫയലിലും മാഷ് ഒപ്പിട്ടിട്ടുമുണ്ട്. കിരൺ ശരിക്കും ഭയന്നു പോയിരുന്നു. മാധു സമാധാനിപ്പിച്ചു. കിരൺ, നീ തെറ്റു ചെയ്തിട്ടില്ലല്ലോ. ഇത് രാഘവൻ മാഷിൻ്റെ ഭാഗത്തുള്ള പിഴവാകാം. മാധവ് തുടർന്നു. ഇനി ഈ തുകയ്ക്കുള്ള സ്വർണ്ണ ഉരുപ്പടികൾ കൂടെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗം സേഫായല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നത്? പക്ഷേ ഒരു കാര്യമുണ്ട്. ലോക്കർ തുറക്കും മുൻപ് മാഡത്തിൻ്റെ അനുവാദം ചോദിക്കണം, മാധവ് പറഞ്ഞു. മാനേജറുടെ ക്യാബിനിലെത്തിയ മാധവ് ചോദിച്ചു, മാഡം, ലോൺ എടുത്തിരിക്കുന്നത് 15 ലക്ഷം രൂപയ്ക്ക് തന്നെയാണ്. ലോക്കർ കൂടെ ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. മാഡം കൂടെ വരാമോ? ഓ, വരാം. ഇന്ദുബാല ഫയലുകൾ അടച്ചു വെച്ച് എണീറ്റു. മാധവിനു പിന്നാലെ നടന്നു. ഇതു കണ്ടെത്തേണ്ടത് തൻ്റെ കൂടെ ആവശ്യമാണ്. മാഷിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവുമുണ്ടാകില്ലെന്ന് ഇന്ദുബാല ഉറച്ചു വിശ്വസിച്ചു. ലോക്കർ തുറന്നു. സ്വർണം വെച്ച പൗച്ചുകൾ പുറത്തെടുത്തു. അതിനു പുറത്തൊട്ടിച്ച QR കോഡ് ഡിജിറ്റൽ രേഖകളുമായി ഒത്തുവരുന്നതായിരുന്നു. ആ പൗച്ചുകളുമായി മാധവും കിരണും മാനേജറും ചേർന്ന് ഗോൾഡ് ലോൺ കൗണ്ടറിലെത്തി. ആദ്യത്തെ പൗച്ച് തുറന്നു. ഒരു നീളൻ മാലയും 2 വളകളുമായിരുന്നു അതിൽ. ഓരോന്നായി ഗോൾഡ് പ്യൂരിറ്റി ചെക്കിംഗ് മെഷീനിൽ വെച്ചു. സ്വർണത്തിൻ്റെ അളവ് അതിൽ കൃത്യമായി കാണിച്ചു. പരമ്പരാഗത രീതിയിൽ പണി കഴിപ്പിച്ചതായിരുന്നു ആ സ്വർണം. രണ്ടാമത്തെ പൗച്ചിൽ തിളക്കമുള്ള 2 നീളൻ നെക്ലേസുകളായിരുന്നു. കയ്യിലിട്ട് ഭാരം നോക്കിയപ്പോൾ ഒരു
ഭാരക്കുറവ് പോലെ മാധവന് തോന്നി. അതവൻ മെഷീനിൽ വെച്ച് പരിശോധിച്ചു. സ്ക്രീനിൽ ഗോൾഡ് പെർസെൻറ്റേജ് എന്നിടത്ത് 0% എന്നായിരുന്നു. 3 പേരും ഭയന്ന് മുഖത്തോട് മുഖം നോക്കി. വ്യാജ സ്വർണം വെച്ച് 13 ലക്ഷം രൂപ വായ്പയെടുത്തിരിക്കുന്നു. ഈ ബ്രാഞ്ചിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ, മാധവ് ഓർത്തു. എന്നാൽ മേഡം വിയർത്തു. അതേസമയം മാധവ് ചിന്തിച്ചതിങ്ങനെ, ഈ ശാഖ തുടങ്ങിയ കാലം മുതൽ ഇവിടുത്തെ അപ്രൈസറാണ് വിവേക്. അയാൾ ഇത് ചെയ്യില്ലെന്ന് 100% ഉറപ്പാണ്. ഒരു കുറ്റവും ചെയ്തതായി ഇതുവരെ കേട്ടിട്ടില്ല. സൗമ്യമായി എല്ലാവരോടും ഇടപെടാറുള്ളൂ. അപ്പോൾ ഇത് ചെയ്തത് മാഷായിരിക്കും. മാഷ് നന്നായി പെരുമാറി വിവേകിനെ കയ്യിലെടുത്തു കാണും. പഴയ കസ്റ്റമറല്ലേ എന്ന് കരുതി വിവേക് സ്വർണവും പരിശോധിച്ച് കാണില്ല. ഇപ്പോൾ മാഡത്തിന് മുന്നിലും അഭിനയിക്കുന്നു. കിളവനെ പോലീസ് ചോദ്യം ചെയ്താൽ എല്ലാം പൊളിഞ്ഞുകൊള്ളും. മാധവ് ഉള്ളിൽ രോഷാകുലനായി. അന്നു വൈകിട്ട് ഇന്ദുബാല ഓഫീസ് വിടും മുൻപ് ബാങ്ക് സെക്യൂരിറ്റിയെ വിളിച്ച് ചട്ടം കെട്ടി. നാളെ 8 മണിക്ക് മുൻപ് വന്ന് ഓഫീസ് തുറക്കണം. അപ്പോൾ താടി വെച്ചൊരാൾ വരും. ഇവിടെ എനിക്ക് വേണ്ടി ചില രേഖകൾ പരിശോധിക്കാൻ വരുന്നതാണ്. അയാളെ വിലക്കരുത് കേട്ടോ. ശരി മാഡം, സെക്യൂരിറ്റി ഭവ്യതയോടെ പറഞ്ഞു. ശേഷം അവളുടെ ഉറ്റ സുഹൃത്ത് മനോജിന് ഒരു മെസ്സേജ് അയച്ചു. നീ നാളെ 8 മണിക്ക് എൻ്റെ ഓഫീസിലെത്തണം. സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞു, 1 വർഷത്തെ ക്യാമറ ബാക്കപ്പ് എടുക്കണം. ഒഴിവ് കഴിവ് പറയരുത്. അവിടെ വലിയൊരു ക്രൈം നടക്കുന്നുണ്ട്. ആരാണിതിന് പിന്നിലെന്ന് എനിക്കറിയണം. മനോജ് മറ്റൊരു പ്രൈവറ്റ് ബാങ്കിലെ മാനേജരാണ്. അതേസമയം ഇത്തരം ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മിടുക്കനുമാണ്. അന്നു രാത്രി ഇന്ദുബാലയ്ക്ക് ഒരു വാട്സപ്പ് കോൾ വന്നു. രാഘവൻ മാഷിൻ്റെ മകളായിരുന്നു മറുതലയ്ക്കൽ. മുഖവുര കൂടാതെ അവൾ പറഞ്ഞു, മേഡം, ഞാൻ രാഘവൻ മാഷിൻ്റെ മകൾ ചിത്രയാണ്. അച്ഛൻ വലിയ സങ്കടത്തിലാണ്. മേഡത്തിന് ഞാനൊരു വീഡിയോ അയച്ചു തരാം. ഒന്ന് ശ്രദ്ധിച്ചു കാണണേ. അവൾ വാട്സപ്പ് തുറന്നു. അപരിചിത നമ്പറിൽ നിന്നൊരു വീഡിയോ അയച്ചത് കണ്ടു. ഇന്ദുബാല ആകാംക്ഷയോടെ വീഡിയോ തുറന്നു നോക്കി. അതിലെ കാഴ്ചകൾ അവളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. പലതവണ അതവൾ പ്ലേ ചെയ്തു നോക്കി. ഇത്ര കാലവും എന്തു ചതിയാണ് അവിടെ നടക്കുന്നത്? അവൾ മനോജിന് വീണ്ടും മെസ്സേജ് അയച്ചു. ഡാ, നാളെ നീ വരില്ലേ? ഓക്കെ ഡിയർ, നാളെ വരും. രാത്രി ഇന്ദുബാല തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് നേരം വെളുപ്പിച്ചു. കണ്ണുകൾ നിറയെ ആ വീഡിയോയിലെ ദൃശ്യങ്ങളായിരുന്നു. പിറ്റേന്ന് അവൾ ബാങ്കിൽ നേരത്തെ എത്തി. സെക്യൂരിറ്റി അവൾക്കടുത്തെത്തി ഭവ്യതയോടെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് മാഡം. മാഡം പറഞ്ഞ ആൾ വന്നിരുന്നു രാവിലെ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. ഓക്കെ, ഇന്ദുബാല ചിരിച്ചു. ഒരു റിട്ടയേർഡ് പട്ടാളക്കാരനായിരുന്നു ആ സെക്യൂരിറ്റി. അവൾ പഞ്ചിങ് ചെയ്ത ശേഷം തൻ്റെ ക്യാബിനിലെത്തി. മേശമേൽ അടുക്കി വെച്ച അദാലത്തിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫയലുകൾ ഓരോന്നായി സൂക്ഷ്മതയോടെ പരിശോധിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് ഇവിടെ നടക്കുന്നെന്ന് അവൾ സംശയിക്കുന്ന ക്രൈമിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടും. അവൾ പ്രതീക്ഷിച്ചു. വളരെ വേഗം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഒരേ ആളുടെ പേരിൽ 2-3 അപേക്ഷകൾ, അതും വലിയ തുകകൾക്ക് വായ്പയെടുത്തത്. അതിൽ ഒറ്റ തവണ പോലും തിരിച്ചടയ്ക്കാത്തതും നാമമാത്രമായി തിരിച്ചടച്ചതുമുണ്ട്. സുനന്ദ എന്ന സ്ത്രീയുടെ പേരിലുള്ള അപേക്ഷകൾ ഒരുമിച്ച് മുന്നിൽ നിരത്തിവെച്ചു. അപ്പോൾ ഒരു കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടു. എല്ലാ അപേക്ഷകളും ഫില്ല് ചെയ്തിരിക്കുന്നതും ഒപ്പുകളിട്ടിരിക്കുന്നതും നീലമഷി കൊണ്ടുള്ള പേന ഉപയോഗിച്ചാണ്. പക്ഷേ തീയതികൾ എഴുതിയ നീല നിറം വ്യത്യസ്തമായിരുന്നു. അത്തരം 20ഓളം അപേക്ഷകൾ കണ്ടെത്തി. വലിയൊരു തട്ടിപ്പിലേക്കുള്ള വാതിലാണ് മുന്നിൽ തുറക്കപ്പെട്ടത്. അതിൽ സുനന്ദ, രജനി എന്നിവരുടെ സേവിംഗ് അക്കൗണ്ടുകൾ പ്രത്യേകം പരിശോധിച്ചു. 2015 തുടങ്ങിയ സുനന്ദയുടെ അക്കൗണ്ട് വഴി ഏതാണ്ട് 2 കോടിക്കടുത്ത് ഇടപാടുകൾ നടത്തിയതവൾ കണ്ടെത്തി. എല്ലാം പണയം സംബന്ധിച്ച ഇടപാടുകൾ മാത്രം. 2020 വരെ എല്ലാ വർഷവും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പലിശയടക്കം മുഴുവൻ തുകയും അടച്ചു തീർത്തിട്ടുമുണ്ട്. ഏപ്രിൽ മാസത്തിൽ വീണ്ടും സ്വർണത്തിന്മേൽ വായ്പയെടുക്കും. കൊറോണ പൊട്ടിപ്പുറപ്പെട്ട 2020 മാർച്ച് വരെ ഇങ്ങനെയായിരുന്നു സ്ഥിതി. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചടവ് വീഴ്ച വരുത്താൻ തുടങ്ങി. ഏതാണ്ട് 20 ലക്ഷം രൂപയോളം ആ അക്കൗണ്ടിൽ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് അവൾ കണ്ടെത്തി. രജനിയുടെ അക്കൗണ്ടും 2015 തുടങ്ങിയതാണ്. അതിലും കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. 25 ലക്ഷം രൂപയോളം മുതലും പലിശയുമായി തിരിച്ചടയ്ക്കാൻ ബാക്കിയുമാണ്. എന്തായാലും ഇവരുടെ പണയവസ്തുക്കൾ പരിശോധിക്കണം, അവൾ ചിന്തിച്ചു. ഒറിജിനൽ രേഖ അല്ലെങ്കിൽ വിവേക് ഉത്തരം പറയേണ്ടി വരും. അവൾ കുറച്ചുനേരം കണ്ണടച്ചിരുന്നു. മധുബാല മാധവിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. മാധവ്, വിവേകിൻ്റെ ലീവ് നാളെ തീരുമല്ലോ അല്ലേ? യെസ് മാഡം. വിവേക് വരട്ടെ. അതുവരെ ഈ വിവരങ്ങൾ രഹസ്യമായിരിക്കട്ടെ. പിറ്റേന്ന് വിവേക് ബാങ്കിലെത്തി. കുറച്ചുകൂടെ തടിച്ച സുന്ദരനായ വിവേകിനെ അവൾ കൗതുകപൂർവ്വം നോക്കി. ടൂർ ഗംഭീരമായില്ലേ വിവേക്? അവൻ മനോഹരമായി പുഞ്ചിരിച്ചു. ഒരു തൃപ്തിയും സന്തോഷവും നിറഞ്ഞ പുഞ്ചിരി. സമയം ഒട്ടും കളയാനില്ലായിരുന്നു മധുബാലയ്ക്ക്. വിവേക്
നമ്മൾ അടുത്തയാഴ്ച നടത്തുന്ന അദാലത്തിൽ ഉൾപ്പെടുത്താൻ വച്ച ചില ഫയലുകൾക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. അവൾ വളരെ ശ്രദ്ധയോടെ പറഞ്ഞു. എന്നിട്ട് ആദ്യം രാഘവൻ മാഷിൻ്റെ ലോൺ ഫയൽ അവന് മുന്നിലേക്ക് നീക്കിവെച്ചു. മാഷ് ഇന്നലെ 2 ലോണും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വർണം തിരിച്ചു കൊടുത്തപ്പോൾ ഇതല്ല തൻ്റെ സ്വർണം എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കി മാഷ്. അവൾ പറഞ്ഞു. വിവേക്, താൻ അതൊന്ന് വെരിഫൈ ചെയ്യണം. മാധവ്, ആ നെക്ലേസുകളൊന്ന് കൊണ്ടുവരൂ, മാനേജർ സൗമ്യഭാവത്തിൽ പറഞ്ഞു. എന്നാൽ വിവേക് അവളുടെ കണ്ണുകളിലെ കൂർത്ത നോട്ടം തിരിച്ചറിഞ്ഞു. മാധവ് നെക്ലസുകളുമായി എത്തി. വിവേക് 2 പേരുടെയും സാന്നിധ്യത്തിൽ അത് ഓരോന്നായി ഗോൾഡ് പ്യൂരിറ്റി മെഷീനിൽ വെച്ചു. എന്നാൽ സ്ക്രീനിൽ സ്വർണത്തിനു നേർക്ക് 0 എന്ന് രേഖപ്പെടുത്തി. വിവേകിൻ്റെ മുഖത്ത് കൂസാത്ത ഭാവമായിരുന്നു. ഇതെന്താ വിവേക്? മാഡം, ഇത് സ്വർണമായിരുന്നല്ലോ, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇത് ആരാണ് സ്വർണമല്ലാതാക്കിയത്? അവൾ ചോദിച്ചു. മാഡം, എനിക്കറിയില്ല. ഗോൾഡ് ലോക്കറിലേക്ക് മാറ്റുന്നത് മാധവല്ലേ? അവൻ്റെ സ്വരത്തിൽ നേരിയ നീരസം. മുൻപ് ലോക്കറടക്കം കൈകാര്യം ചെയ്തിരുന്ന വിവേക് അല്ലേ? വിവേക് അപ്പോഴും കൂസാതെ നിന്നു. അവൻ നല്ല പിള്ള ചമകുകയാണെന്ന് മനസ്സിലായി മധുബാലയ്ക്ക്. ശരി, നിങ്ങൾ എൻ്റെ ക്യാബിനിലേക്ക് വരൂ. അന്ന് ക്യാഷ് കൗണ്ടറിൽ കുടുംബശ്രീ സംഘങ്ങൾക്ക് വായ്പ കൊടുക്കുന്നതിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു. മാനേജർ തൻ്റെ കമ്പ്യൂട്ടർ തുറന്ന ഒരു വീഡിയോ കാണിച്ചു. ലോക്കറിൻ്റെ ഭാഗത്തെ ക്യാമറയിലെ ദൃശ്യങ്ങളായിരുന്നു അത്. നെക്ലേസുകൾ വിവേക് ഒറ്റയ്ക്ക് പൗച്ചിലേക്ക് മാറ്റുന്നത് കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഈ ദിവസം മാഷ് ബാങ്കിൽ വന്നിട്ടില്ലല്ലോ, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ മാഡം, മാഷ് ഒപ്പിട്ടു തന്ന രേഖകളുണ്ടല്ലോ ഇവിടെ, അവൻ തർക്കിച്ചു. അവർ കമ്പ്യൂട്ടറിലെ മറ്റൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് രാഘവൻ മാഷിൻ്റെ മകൾ ചിത്ര അയച്ചു കൊടുത്ത വീഡിയോയായിരുന്നു. അതിൽ 2 സെറ്റ് അപേക്ഷകളിൽ വിവേക് ഒപ്പിടുവിക്കുന്നത് കാണാം. ഇതെന്തിനാ 2 സെറ്റ് ഒപ്പിടുവിച്ചത്? മാഡം ചോദിച്ചു. ആദ്യത്തെ അപേക്ഷയിൽ തീയതി വെച്ചും രണ്ടാമത്തേതിൽ തീയതി വയ്ക്കാതെയും 2 ഫോമുകൾ എന്തിന് ഒപ്പിടുവിച്ചു? മധുബാലയുടെ സ്വരം കടുത്തു. അവൾ ചോദ്യം ആവർത്തിച്ചു. ഈ വീഡിയോ മാഷിൻ്റെ ഫോണിൽ എടുത്തത് വിവേകാണ്. മാഷിൻ്റെ മകൾക്കു വേണ്ടി. അന്ന് 2 ലക്ഷം രൂപയെ പണയം വച്ചിട്ടുള്ളൂ. എന്താ, ശരിയല്ലേ? തീയതിയിടാത്ത രണ്ടാമത്തെ അപേക്ഷ ഉപയോഗിച്ച് മാഷറിയാതെ വ്യാജ നെക്ലേസ് വെച്ച് താൻ തട്ടിപ്പ് നടത്തി. എന്താ, ശരിയല്ലേ? വിവേക് തലതാഴ്ത്തി നിന്നു. ഇതെല്ലാം നിരീക്ഷിച്ച് മാധവും കിരണും യൂണിഫോമിലല്ലാത്ത 2 പോലീസുകാരും പിന്നിൽ നിന്നിരുന്നു. തന്നെ ഒരിക്കലും സംശയിക്കാതിരിക്കാൻ അതിവിനയത്തോടെ എന്നും വിവേക് പെരുമാറിയത്. അതെല്ലാം തകരുമെന്ന് ഒരിക്കലും അയാൾ കരുതിയില്ല. പിന്നീട് സുനന്ദയുടെയും രജനിയുടെയും ഫയലുകൾ പുറത്തെടുത്തു. അതിലെ ഫോട്ടോകൾ കാണിച്ച് വിവേകിനോട് ചോദിച്ചു. ഇവരെ അറിയുമോ താൻ? വിവേകിൻ്റെ ഒച്ച അടഞ്ഞുപോയിരുന്നു. ഇനി ഒന്നും ഒളിച്ചിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. അറിയാം മാഡം, സുനന്ദ സുഹൃത്താണ്, രജനി എൻ്റെ വൈഫും. ഇനി ഒറ്റ കാര്യം കൂടി അറിഞ്ഞാൽ മതി. സുനന്ദയുടെയും രജനിയുടെയും പേരിൽ വെച്ചതും വ്യാജ സ്വർണമാണോ? വേറെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ തട്ടിപ്പിന്? എങ്കിൽ ഈ പണമൊക്കെ എന്തു ചെയ്തു? ഇന്ദുബാലയുടെ നോട്ടം രൂക്ഷമായി. അവർ ഉച്ചത്തിൽ പറഞ്ഞു. വിവേക്, നിങ്ങൾ പറഞ്ഞേ തീരൂ. നിങ്ങൾക്കെതിരെ തെളിവുകൾ ഇനിയുമുണ്ട്. കാണണോ? വേണ്ട, ഞാൻ പറയാം. എല്ലാം മാഡം, ഞാൻ പറയാം. അവൻ തല താഴ്ത്തി പറഞ്ഞു. അവൻ ചുറ്റുമൊന്ന് നോക്കി. തന്നെ ബഹുമാനത്തോടെ കണ്ടിരുന്നവരുടെ ഇരുണ്ട മുഖം അവനെ അസ്വസ്ഥനാക്കി. അവൻ പറയാൻ തുടങ്ങി. എൻ്റെ സുഹൃത്താണ് സുനന്ദ. ഞങ്ങൾ കോളേജ് മേറ്റ്സാണ്. വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവർ. പക്ഷെ 2 ജാതിയായിരുന്നു. വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ രജനിയെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങളുടെ സൗഹൃദം തുടർന്നു. അത് തുടരാനും തുടർന്ന് നിലനിൽക്കാനും ഞങ്ങൾ 2 പേരും ചേർന്ന് ഐശ്വര്യ ഫിനാൻസ് എന്ന പേരിൽ 2015 ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങി. ഗോൾഡ് ലോണാണ് അതിൽ മെയിൻ ബിസിനസ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് സ്ഥാപനം. 10 ലക്ഷം രൂപയായിരുന്നു അന്ന് അതിൻ്റെ മൂലധനം. ഐശ്വര്യയിൽ പണയം വയ്ക്കുന്ന ഗോൾഡ് ഇവിടെ വെച്ച് ലോൺ എടുക്കും. ആ ക്യാഷ് കസ്റ്റമർക്ക് കൊടുക്കും. പിന്നെ ഫണ്ട് തികയാതെ വരുമ്പോൾ സുനന്ദയുടെയും രജനിയുടെയും പേരിൽ ഗോൾഡ് വെച്ച് വീണ്ടും ലോൺ എടുക്കും. അപ്പോൾ ആ സ്വർണമെല്ലാം ഒറിജിനലായിരുന്നോ? പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചു. അല്ല, വിവേകിൻ്റെ ശബ്ദം താണുപോയി. അത് ഒറിജിനൽ പോലെ തോന്നുന്ന ടങ്സ്റ്റൺ ഗോൾഡായിരുന്നു. പക്ഷേ വർഷാവസാനം ഞാൻ എല്ലാ ലോണും ക്ലോസ് ചെയ്യുമായിരുന്നു. പിന്നെ വീണ്ടും എടുക്കും. കൊറോണ കാലം വരെ ഫിനാൻസ് കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അവൻ പറഞ്ഞു നിർത്തി. പിന്നെ ഫണ്ട് വരവ് കുറഞ്ഞു, കസ്റ്റമേഴ്സ് കുറഞ്ഞു, ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. കൊറോണ കാരണം ഗോൾഡ് തിരിച്ചെടുക്കാൻ അവർക്ക് പറ്റാതെയായി. അപ്പോൾ ഇവിടെയും ലോൺ ബ്ലോക്കായി. സമയത്ത് പണം കെട്ടി ഗോൾഡ് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. വിവേക് ഒന്ന് നിർത്തി. ഇയാൾക്ക് വീണ്ടും ക്യാഷിന് ആവശ്യം വന്നു.
അതുകൊണ്ട് വ്യാജ സ്വർണം ഉപയോഗിച്ചല്ലേ? ദേഷ്യത്തിൽ മാഡത്തിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇതെല്ലാം നീ ഒറ്റയ്ക്കാണോ ഉണ്ടാക്കിയത്, അതോ ജ്വല്ലറി കൊടുത്തുണ്ടാക്കിയോ? അവിടെ നിന്ന പോലീസുകാരിൽ ഒരാൾ കനത്തിൽ ചോദിച്ചു. അവൻ തല താഴ്ത്തി ശ്വാസം മാഞ്ഞു വലിച്ചു. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് സർ. ജ്വല്ലറി മേക്കിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒറിജിനൽ പോലിരിക്കും. വിവേക് പറഞ്ഞു. ഇപ്പോഴും ഐശ്വര്യ ഫിനാൻസ് അവിടെ ഉണ്ടോ? പോലീസ് അവൻ്റെ കോളറിന് പിടിച്ചുയർത്തി ചോദിച്ചു. സർ പ്ലീസ്, വിവേക് കെഞ്ചി. പോലീസ് കോളർ വിട്ടു. സുനന്ദയാണ് ഇപ്പോൾ അത് നടത്തുന്നത്. ഭാര്യ ഉപയോഗിച്ച് ഫണ്ട് ഉണ്ടാക്കി കാമുകിക്ക് ബിസിനസ് ചെയ്യാൻ കൊടുത്തു. തന്നെ സമ്മതിക്കണം, പോലീസുകാരൻ പറഞ്ഞു. അവൻ തല താഴ്ത്തി. തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മേഡം ചോദിച്ചു. രജനിയുണ്ട് സർ. കുട്ടികൾ സ്കൂളിൽ പോയിരിക്കുക. വീട് ഇവിടെ അടുത്താണോ? ഒരു 10 മിനിറ്റ് ദൂരെയുള്ളൂ, അവൻ പറഞ്ഞു. എന്നാൽ രജനിയെ ഓഫീസിലേക്ക് വിളിപ്പിക്കൂ. മധുബാലയുടെ ഫോണിൽ വിവേക് രജനിയുടെ നമ്പർ കുത്തി. അങ്ങേ തലയ്ക്കിൽ രജനി ഫോൺ എടുത്തു. നിങ്ങൾ ബാങ്കിൽ വരെ വരണം, അത്യാവശ്യമാണ്. മാനേജറുടെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. രജനി പെട്ടെന്നെത്തി. ബാങ്കിനുള്ളിൽ തല കുനിച്ച് അപരാധിയെ പോലെ ഇരിക്കുന്ന ഭർത്താവിനെ കണ്ടവൾ പരിഭ്രമിച്ചു. മധുബാല ഉണ്ടായതെല്ലാം പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് ബാങ്കിൽ നടത്തിയത് വൻ തട്ടിപ്പാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ഇതിൽ ഉൾപ്പെട്ടു. കസ്റ്റമേഴ്സിനെ അവരറിയാതെ ദുരുപയോഗം ചെയ്തു. നഷ്ടം എത്രയെന്ന് കണക്കാക്കട്ടെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ 2 മാർഗങ്ങളുണ്ട്. ബാങ്കിന് നഷ്ടപ്പെട്ട മുഴുവൻ തുകയും അടച്ചു തീർക്കുക. അതല്ല, 2 പേർക്കും ജയിലിൽ പോകാം. ഏതു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. രജനി കുറച്ചുനേരം തല താഴ്ത്തി ശേഷം പറഞ്ഞു. മാഡം, മുഴുവൻ തുകയും അടച്ചു തീർക്കാം. പക്ഷേ 2 ആഴ്ച സമയം തരണം. ഓക്കെ, അതുവരെ ദിവസവും വിവേക് ഓഫീസിൽ വരണം. പക്ഷേ രജിസ്റ്ററിൽ ഒപ്പിടാൻ പറ്റില്ല. മുഴുവൻ തുകയും അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്കുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല വിവേകിന്. അവളെല്ലാം സമ്മതിച്ചു. പിന്നെ കേസാക്കാത്തത് ഇത്രയും വർഷം ഇവിടെ ജോലി ചെയ്ത ഒറ്റ കാര്യം പരിഗണിച്ചാണ്. മധുബാല അവളോട് ഓർമ്മിപ്പിച്ചു. പണമടച്ച് തീരും വരെ കുറച്ചു രേഖകൾ തരണം. രജനിയുടെ പേരിൽ 10 ചെക്ക് ലീഫുകൾ, വീടിൻ്റെ പ്രമാണം, 2 ആൾജാമ്യം, ഇത്രയും തരേണ്ടി വരും, മധുബാല പറഞ്ഞു. പിന്നെ ഇന്നു തന്നെ ഇതൊക്കെ ഹാജരാക്കിയാലേ വിവേകിന് ഇന്ന് ബാങ്കിൽ നിന്ന് പോകാൻ പറ്റൂ. എല്ലാം അവൾ സമ്മതിച്ചു. അവൾ ആരെയും കൂസാതെ ആരെയും നോക്കാതെ ആളുകൾക്കിടയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു. വൈകിട്ട് 5 മണിക്ക് മുമ്പ് രജനി തിരിച്ചെത്തി. മാനേജർ തയ്യാറാക്കിയ പേപ്പറുകളിൽ വിവേകും രജനിയും 2 ആൾജാമ്യക്കാരും ഒപ്പിട്ടു കൊടുത്തു. ജാമ്യക്കാർക്ക് രജനിയും വിവേകുമായുള്ള ബന്ധം എഴുതേണ്ടിടത്ത് രജനിയുടെ സഹോദരങ്ങൾ എന്നെഴുതി. 6 മണിയോടെ ബാങ്കിൽ നിന്ന് തല താഴ്ത്തിപ്പിടിച്ച് എല്ലാവരും ഇറങ്ങി. പിറ്റേന്ന് രാഘവൻ മാഷെ ബാങ്കിലേക്ക് വിളിപ്പിച്ചു. തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രതയില്ലായ്മയ്ക്ക് ഇന്ദുബാല ക്ഷമാപണം ചെയ്തു. നിഷ്കളങ്കമായ മാഷ് ചിരിച്ചു. നീ മിടുക്കിയ, എൻ്റെ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാലോ. ഹെഡ് ഓഫീസിലേക്ക് ക്രൈം കൃത്യമായി സൂചിപ്പിച്ച് മെയിൽ അയച്ചു അവൾ. പിറ്റേന്ന് മുതൽ ബാങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് തുടങ്ങി. ഈ ദിവസങ്ങളിൽ മുഴുവൻ വിവേക് ബാങ്കിൽ അന്യനെ പോലെ ഇരിക്കേണ്ടി വന്നു. ഓഫീസിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു താൻ എന്ന് അയാൾ ഓർത്തു. ഇപ്പോൾ കാണുമ്പോൾ ജീവനക്കാർ ചിരിച്ചെന്നു വരുത്തി അകന്നു മാറി. ഇതിനിടയിൽ ഒരു ദിവസം സിന്ധുവിനെ വിവേക് വിളിച്ചു സംസാരിച്ചു. ഒരു പൊട്ടിത്തെറിയായിരുന്നു മറുപടി. എൻ്റെ പേര് എവിടെയും വലിച്ചഴിക്കരുത്. എല്ലാം ചെയ്തത് നിങ്ങൾ ഒറ്റയ്ക്കാ, അവൾ ചീറി. അതും പറഞ്ഞ് പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവൻ അവളെ കോണ്ടാക്റ്റ് ചെയ്യാൻ വയ്യാതായി. ഒരാഴ്ചയെടുത്ത് ബാങ്കിനുണ്ടായ നഷ്ടം കൃത്യമായി കണക്കാക്കി. 1,20,00,000 രൂപ. രജനിയുടെ വീട്ടുകാർ മുഴുവൻ തുകയും അടച്ചു തീർത്തു. അവളിൽ നിന്ന് വാങ്ങിയ എല്ലാ ഡോക്യുമെൻറ്റുകളും അവർ തിരിച്ചു കൊടുത്തു. 20 വർഷത്തെ സർവീസ് ജീവിതം ഒരു മാനേജറുടെ ജാഗ്രതയോടെയുള്ള ഇടപെടലിൽ അവസാനിപ്പിക്കേണ്ടി വന്നു വിവേകിന്. ശേഷം വെറും കൈയോടെ ബാങ്കിൻ്റെ പടികളിറങ്ങിയ അയാൾ ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ അവതരിപ്പിച്ചത് സുജാത. അപ്പോൾ താങ്ക് യു.